കൃഷിയിൽ വാട്ട് ബ്രിങ്സ് യു ടു ഫാമിംഗ് എന്നതിനേക്കാളും ഉപരി എന്നെ ഭയങ്കരമായിട്ട് ആകർഷിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ വാട്ട് മേക്സ് യു ടു സ്റ്റേ ഇൻ ഫാമിംഗ് എന്നൊരു ഇതാണ്. കാര്യം നമ്മൾ ചെറുപ്പം തൊട്ട് കണ്ടുവന്നത് ഈ ഒരു മേഖലയായതുകൊണ്ട് അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം വരുന്നത് എങ്ങനെയെങ്കിലും നമ്മുടെ ഒരു കൃഷി രീതികൾ മുന്നോട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഫീൽഡിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുക. പിന്നെ എന്തോ നമ്മളൊരു ജോലിക്ക് പോയി നിൽക്കുന്ന സമയത്താണെങ്കിലും നമുക്കതൊരു നോട്ട് ഓൺ അവർ ലൈഫ് സ്റ്റൈലിൽ നിന്നൊരു ഫീലായിരുന്നു. ഹായ്, എൻ്റെ പേര് തോമസ് മലാക്കുഴി. അപ്പോൾ എൻ്റെ സ്ഥലം വരുന്നത് ഇടുക്കിയിലെ മംഗോയിലാണ്. ഇപ്പം ഞാൻ ബേസിക്കലി ഒരു കർഷകനാണ്. 2024 തൊട്ട് ഞാൻ ഫുൾ ടൈമറായിട്ട് കൃഷിയിലുണ്ട്. എൻ്റെ BSc അഗ്രികൾച്ചർ പഠനത്തിന് ശേഷം അതിൻ്റെ പ്രാക്ടിക്കൽ നോളജ് നമ്മുടെ ഫീൽഡിൽ ഇംപ്ലിമെൻ്റ് ചെയ്ത് ജാതി കൃഷിയിൽ ഒരു ട്രയൽ നടത്തുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ബാക്കി കൃഷികളായിട്ട് കൊക്കോയുണ്ട്, കുരുമുളകുണ്ട്. ഏകദേശം ഒരു 47ഓളം വെറൈറ്റി ജാതികൾ ഇപ്പോൾ നമ്മൾ ട്രയൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഈൽഡ് അനാലിസിസ്, അതേപോലെ തന്നെ അതിൻ്റെ ഗ്രോത്ത് അനാലിസിസ്, അതിൻ്റെ ഡിസീസ് റെസിസ്റ്റൻസ്, പെസ്റ്റ് റെസിസ്റ്റൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയെല്ലാം നമ്മൾ അനാലിസിസ് ചെയ്ത് ഇപ്പോൾ വളരെ നന്നായിട്ട് ഒരു ട്രയൽ പ്ലോട്ട് പോലെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു പോരുന്നുണ്ട്. എൻ്റെ ചെറുപ്പത്തിൽ ഇതിനകത്ത് ഫുള്ള് റബ്ബറായിരുന്നു. പിന്നെ നമുക്ക് അത്യാവശ്യം പശു വളർത്തലുണ്ടായിരുന്നു. അതേപോലെ ബാക്കി മുയൽ കാര്യങ്ങളായിട്ട് ഇങ്ങനെ നമുക്ക് അത്യാവശ്യം മൃഗപരിപാലനം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ റബ്ബർ തോട്ടത്തിലായിരുന്നു ആദ്യകാലങ്ങളിൽ. ഇപ്പോൾ ഞാനൊരു 10 വയസ്സ് ഒക്കെയുള്ള സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം പശുവിനെ കറന്നു തുടങ്ങുന്ന ആ ഒരു സമയത്താണ്. അപ്പോൾ ആ ഒരു കാലം തൊട്ട് നമ്മൾ പശുവിനെ ഇതിനകത്ത് അഴിച്ചുവിട്ട് തീറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ശരിക്കും കൃഷിയിലേക്ക് കൊണ്ടുവന്നതിനകത്ത് തന്നെ ഈ ഒരു പറമ്പിന് ഭയങ്കരമായിട്ടും ഒരു വലിയ പങ്കുണ്ട്. കൃഷിയിൽ വാട്ട് ബ്രിങ്സ് യു ടു ഫാമിംഗ് എന്നതിനേക്കാളും ഉപരി എന്നെ ഭയങ്കരമായിട്ട് ആകർഷിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ വാട്ട് മേക്സ് യു ടു സ്റ്റേ ഇൻ ഫാമിംഗ് എന്നൊരു ഇതാണ്. ഇപ്പോൾ ഞാൻ പണ്ട് കാരണവന്മാർ കൃഷി ചെയ്യുന്നത് കണ്ട് കൃഷിയിലേക്ക് വന്നു. എന്നാലും ഈ കൃഷിയിൽ തുടരാൻ വേണ്ടി എനിക്കൊരു പ്രചോദനമായിട്ട് വന്നത് ഞാൻ ഈ ഒരു 2018 കാലങ്ങളിൽ ഒരു 10 കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയത്ത് ജാതി നന്നായിട്ട് പൊട്ടി നിൽക്കുന്നൊരു കാലമായിരുന്നു. അപ്പോൾ ആ സമയത്ത് അപ്പനിങ്ങനെ ജാതിക്കെല്ലാം ഞാൻ പറിച്ച് ഉണങ്ങി വെച്ച സാധനം അപ്പം കൊണ്ടേ കൊടുത്ത് എനിക്ക് ഒരു ടബ ഐസ്ക്രീം മേടിച്ചു തന്നു. അപ്പോൾ അത് എനിക്കൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു. പിന്നീട് എങ്ങനെ ഇതിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാം, ഇതിൻ്റെ ക്വാളിറ്റി കൂട്ടാം, ഒരു യാത്രയ്ക്ക് ഒരു തുടക്കം കിട്ടിയത് അതിൽ നിന്നായിരുന്നു. അങ്ങനെ ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന ഈ ഒരു കണ്ടീഷനിലെത്തി 47ഓളം വെറൈറ്റികളായി. അതേപോലെ തന്നെ നല്ല ഡാറ്റകൾ കളക്ട് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ അനാലിസിസുകൾ കണ്ടിന്യൂ ചെയ്യുന്നു. 2024 ഒരു മെയ്യോട് കൂടിയാണ് ഞാൻ എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് നാട്ടിൽ വരുന്നത്. അപ്പോൾ ആ ഒരു സമയം തൊട്ട് എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മളൊരു ജോബ് ഓറിയൻറ്റഡ് ആയിട്ട് നിൽക്കും എന്നൊരു ചിന്തയിലാണ്. നമ്മളൊരു റൂട്ടഡ് ഓൺ അഗ്രികൾച്ചർ ആയതുകൊണ്ട് അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം വരുന്നത് എങ്ങനെയെങ്കിലും നമ്മുടെ ഒരു കൃഷി രീതികൾ മുന്നോട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഫീൽഡിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുക. കാര്യം നമ്മൾ ചെറുപ്പം തൊട്ട് കണ്ടുവന്നത് ഈ ഒരു മേഖലയായതുകൊണ്ട് പിന്നെ എന്തോ നമ്മളൊരു ജോലിക്ക് പോയി നിൽക്കുന്ന സമയത്താണെങ്കിലും നമുക്കതൊരു നോട്ട് ഓൺ അവർ ലൈഫ് സ്റ്റൈലിൽ നിന്നൊരു ഫീലായിരുന്നു. അതായത് നമ്മൾ അവിടെ ഇരുന്ന് ഒരു ഓഫീസ് വർക്കോ ഇല്ലെങ്കിൽ ഒരു ഫീൽഡ് വർക്കോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടേതല്ലാത്തൊരു ഫീല് വന്നു. ആ സമയത്ത് നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ ബിയോണ്ട് ദിസ് പ്ലേസ് എന്നൊരു ചിന്ത നമുക്ക് വരും. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്നൊരു പീസ്, ആ ഒരു മനസ്സമാധാനം, അതെല്ലാം ഭയങ്കര വലിയ കാര്യങ്ങളായിരുന്നു. ഞാൻ ഈ ട്രയൽ ചെയ്ത് തുടങ്ങിയതിൻ്റെ ബേസിക് ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വെറൈറ്റികൾ കൃഷിക്കാരിലേക്ക് എത്തിക്കുക. ഇപ്പോൾ ഏകദേശം നമുക്കൊരു 47 വെറൈറ്റികൾ ചിലപ്പോൾ 47 സ്ഥലത്തായിരിക്കും. അപ്പോൾ ഈ 47 സ്ഥലത്ത് പോയി ഇത് കാണുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അത്ര ഫീസിബിൾ ആയിട്ടുള്ളൊരു കാര്യമില്ല. അപ്പോൾ നമ്മൾ ഇത് നമ്മുടെ ഫീൽഡിൽ ചെയ്ത് അതിൻ്റെ ഈൽഡ് അനാലിസിസ് നടത്തി അതിൻ്റെ ഒപ്പം തന്നെ ബാക്കിയുള്ള ചെടിയുടെ പോരായ്മകൾ കാര്യങ്ങളെ പറ്റിയൊക്കെ പഠിച്ച് അത് എങ്ങനെ ഉണ്ടാവും എന്ന് മനസ്സിലാക്കി അതിനെ റെക്കോർഡിക്കലായിട്ട് ചെയ്ത് അങ്ങനെ കിട്ടുന്ന ഒരു 5 വെറൈറ്റികൾ ഫാമേഴ്സിൻ്റെ ഇടയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ട്രയലിൻ്റെ ഒരു ബേസിക് ലക്ഷ്യം. ഒരു മോശം വെറൈറ്റിക്കും അതേപോലെ തന്നെ ഒരു നല്ല വെറൈറ്റിക്കും വരുന്ന കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് സെയിം ആയിരിക്കും. നമുക്കിപ്പോൾ ടോട്ടൽ വരുന്നത് 8 ഏക്കറിന് അടുത്താണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്കിപ്പോൾ ഇനിഷ്യലി വന്നിരിക്കുന്നത് നമുക്കൊരു പ്രൊഡക്ഷനിലേക്ക് വന്നിരിക്കുന്ന ഏകദേശം ഒരു 50 മരത്തിനടുത്തേ ഉള്ളൂ.
അതല്ലാതെ നമുക്കിപ്പോൾ ഏതാണ്ട് ഒരു 150 മരങ്ങളടുത്ത് നമുക്ക് പുതിയ ചെടികളുണ്ട്. 1000 കൊടിക്ക് കുരുമുളകിനടുത്തുണ്ട്. കൊക്കോ ഉണ്ട്, ഒരു 10-200 കൊക്കോയ്ക്ക് അടുത്തുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഗ്രാജുവലി ഡെവലപ്പ് ചെയ്ത് നമ്മൾ ഈ കംപ്ലീറ്റ് ഏരിയയിലും ഒരു മിക്സഡ് ക്രോപ്പായിട്ട് കൊണ്ടുവന്ന് ജാതിനെ മെയിൻ ക്രോപ്പായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഗ്രാജുവലി നമ്മൾ കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സാണ്. കാര്യം നമുക്ക് അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഉള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഭയങ്കരമായിട്ടും കുറഞ്ഞിരിക്കും. നമ്മളൊരു കംപ്ലീറ്റ്ലി ഒരു ഏരിയ ചെയ്യുന്ന അത്രയും കോസ്റ്റ് വരില്ല. നമ്മൾ ഗ്രാജുവലി നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ. കൃഷി ഒരു സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ സമയത്തിനനുസരിച്ച്, ഇപ്പോൾ മൺസൂൺ ആണെങ്കിൽ മൺസൂണനുസരിച്ച്, അതേപോലെ വേനൽക്കാലം ആണെങ്കിൽ വേനൽക്കാലത്തിനനുസരിച്ചുള്ള പരിചരണങ്ങൾ കൊണ്ടുപോകാം. ഇപ്പോൾ മഴക്കാലത്തിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ തോട്ടം മൊത്തത്തിലൊന്ന് വൃത്തിയാക്കി, കിടക്കുന്ന കരിയിലകൾ മാറ്റി, അതേപോലെ തന്നെ പഴയ തൊണ്ടുകൾ കിടക്കുന്നത് മാറ്റി അങ്ങനെ നിർത്തുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം ഫംഗൽ ഇൻഫെക്ഷൻ നമുക്ക് തോട്ടത്തിൽ നിന്ന് നീങ്ങിക്കിട്ടും. അതേപോലെ തന്നെ വേനൽക്കാലം ആകുമ്പോൾ നമ്മൾ പുതയിട്ട് എപ്പോഴും സോയിലിൻ്റെ ഒരു മോയ്സ്ചർ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുകയെന്നുണ്ടെങ്കിൽ ഈ കാ പൊഴിഞ്ഞു പോകുന്നത്, അതേപോലെ തന്നെ ചെടിക്ക് വല്ലാത്ത വാട്ടം തട്ടുന്നത്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാറിക്കിട്ടും. അതുകൊണ്ട് ഇറിഗേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും മിനിമൽ വെള്ളത്തിൽ എങ്ങനെ മാക്സിമം റിസൾട്ട് കിട്ടും എന്നതിനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ വേണ്ടി അതിനനുസരിച്ചുള്ള മെത്തേഡുകൾ, ഇപ്പോൾ മൈക്രോ സ്പ്രിംഗ്ലർ കൊടുക്കാം, അതേപോലെ തന്നെ ഡ്രിപ്പ് ഇറിഗേഷൻ കൊടുക്കാം. അങ്ങനെയുള്ള മെത്തേഡ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയും. കറക്റ്റ് സമയത്തുള്ള വളപ്രയോഗങ്ങളും മരുന്നടി ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ശരിക്കും കൃഷി ലാഭകരമായി പോകുന്നത്. ചിലപ്പോൾ ഇപ്പോൾ നമ്മുടെ ഒരു ചെടിക്ക് രാസവളം വേണ്ടത് ഇപ്പോൾ ഒരു പൊട്ടാഷിൻ്റെ റിക്വയർമെൻറ്റ് ഒരു 1.5 കിലോ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് ചിലപ്പോൾ ഒരുമിച്ച് 1.5 കിലോ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ചെടി എടുത്തുനിന്ന് വരില്ല. കാര്യം അത് മണ്ണിൽ കിടന്ന് കെടുവളമായിട്ട് കിടന്ന് ആ ഒരു മണ്ണിൻ്റെ ഒരു കപ്പാസിറ്റീനെ മാറ്റി ഒരു സോയിൽ ടെക്സ്ചർ നേച്ചർ എല്ലാം മാറ്റിക്കളയും. ഇപ്പോൾ നമ്മളത് സ്പ്ലിറ്റഡ് ഡോസസ് ആയിട്ട് ഒരു 4 തവണ ഇല്ലെങ്കിൽ ഒരു 3 തവണയെങ്കിലും മിനിമമായിട്ട് കൊടുക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെടി എപ്പോഴും അത് എടുത്തുകൊണ്ടിരിക്കും. മണ്ണ് എപ്പോഴും ഒരു വെർജിൻ സോയിൽ പോലെ അത് റീറ്റെയിൻ ചെയ്ത് നിൽക്കുകയും ചെയ്യും. ജാതി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഒരു 500 മീറ്റർ ഹൈറ്റിലാണ് ജാതി കൃഷിക്ക് ഏറ്റവും നല്ല കാലാവസ്ഥ. ഇപ്പോൾ കിട്ടുന്നതിനനുസരിച്ചാണ് ശരിക്കും ഈ കായുടെയും പത്രിയുടെയും ക്വാളിറ്റി കൂടുന്നത്. ഇതിൻ്റെ തണുപ്പ് കൂടുമ്പോൾ ഇതിന് മൂപ്പ് എത്താൻ മെച്യൂരിറ്റി പീരീഡ് കൂടുതലുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ ഇതിൻ്റെ ഓയിലിൻ്റെ കണ്ടൻറ്റും ഒളിയോറസിൻ്റെ കണ്ടൻറ്റും ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഈ കായ്ക്കും പത്രിക്കും കൂടുതൽ കിട്ടും. പത്രിയുടെ പരിപ്പിനാണെങ്കിലും ചുളിവില്ലാത്ത പരിപ്പ് കിട്ടും. ഏലം പോലുള്ള സുഗന്ധവിളകളെ വെച്ച് നോക്കുമ്പോൾ ജാതിക്കുള്ളൊരു പോരായ്മ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രൊഡക്ഷനിലേക്ക് വരാൻ വേണ്ടി നമുക്ക് കുറച്ചും കൂടെ ടൈം കൂടുതൽ എടുക്കും എന്നുള്ളതാണ്. ഏകദേശം ഒരു 6 തൊട്ട് 8 വർഷം വരെ എടുക്കും നമുക്കൊരു നല്ല ഈൽഡിലേക്ക് ജാതി വരാൻ വേണ്ടി. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് വലിയ റിട്ടേൺസ് കിട്ടില്ല. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇടവിളയുടെ പ്രാധാന്യം വരുന്നത്. നമ്മുടെ ഭൂമിയുടെ ചായവിൻ്റെ ഘടന അനുസരിച്ചും അതേപോലെ നമ്മുടെ നാട്ടിൽ ഏത് ചെടി നന്നായിട്ട് വളരുമെന്ന് നോക്കി നമുക്ക് ഈസിലി ആക്സസ് ടു ദ മാർക്കറ്റ് ഏതാണെന്ന് നോക്കിയൊക്കെ നമ്മൾ ഇടവിളകൾ തിരഞ്ഞെടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്കത് വളരെ നല്ലതായിരിക്കും. ഇപ്പം ഞാനിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊക്കോ കൂടി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ ഈ നാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ കൊക്കോയ്ക്ക് ഡ്രൈ റിക്കവറി കൂടുതലുണ്ട്. അതുകൊണ്ട് നമുക്ക് എല്ലായിടത്തേക്കാളും ഏകദേശം ഒരു 40 രൂപയ്ക്ക് മുകളിൽ മാർജിൻ ഇട്ടാണ് നമ്മുടെ കൊക്കോ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് കൊക്കോ ഒരു 3-ാം വർഷം തൊട്ട് നമുക്കൊരു നല്ല ഈൽഡിലേക്ക് കിട്ടി തുടങ്ങും. അതിൻ്റെ കൂടെ തന്നെ കുരുമുളക് ചെയ്യുന്നുണ്ട്. കുരുമുളക് ആകുമ്പോഴത്തേക്കും നമുക്കൊരു 2-ാം വർഷം തൊട്ട് മുളക് കിട്ടും. ഒരു 3-ാം വർഷം ആകുമ്പോഴത്തേക്കും നല്ല ഈൽഡിങ്ങിലേക്ക് വരും. അപ്പോൾ നമുക്കൊരു ജാതി ഒരു 7 വർഷം 8 വർഷം ആകുമ്പോഴത്തേക്കും അതിൻ്റെ പ്രൊഡക്ഷനിലേക്ക് കിട്ടുമ്പോഴത്തേക്കും ഇതും നല്ല സർപ്ലസ് പ്രൊഡക്ഷനിൽ നിൽക്കുമ്പോഴത്തേക്കും നമുക്കൊരു ടോട്ടൽ റിട്ടേൺസ് നല്ലൊരു മാർജിനൽ റിട്ടേൺസ് നമുക്ക് കിട്ടും. നമ്മൾ ജാതി കൃഷി അല്ലാതെ ചെയ്യുന്നൊരു സാധനമാണ് ഫ്രൂട്ട്സ്. അതൊരു കൊമേഴ്ഷ്യൽ സ്കെയിലിൽ നമ്മൾ ചെയ്യുന്നില്ല. നമ്മുടെ ആവശ്യത്തിനും നമ്മുടെ അടുത്ത് വരുന്നവർക്ക് കുറേശ്ശെ കൊടുക്കാനും എന്നുള്ളൊരു രീതിയിൽ നമ്മൾ വളരെ ലിമിറ്റഡ് ആയിട്ട് നമ്മൾ ഫ്രൂട്ട്സ് ചെയ്യുന്നുണ്ട്. റംബുട്ടാൻ ചെയ്യുന്നുണ്ട്, മാംഗോസ്റ്റീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് രണ്ടും നമ്മൾ അത്യാവശ്യം നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റംബുട്ടാനിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊമേഴ്ഷ്യൽ സ്കെയിലിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് N18 ചെയ്യുക. അപ്പോൾ നമ്മുടെ ഒരു വീട്ടിലെ ആവശ്യത്തിനോ ഒരു നല്ല കൺസെപ്ഷൻ അങ്ങനെ ഒരു രീതിയിൽ നമ്മുടെ ആവശ്യത്തിന് മാത്രമായിട്ട് ഉപയോഗിക്കാനാണെന്നുണ്ടെങ്കിൽ E35 എന്ന് പറഞ്ഞ മഞ്ഞ റംബുട്ടാൻ ചെയ്യാം. കാര്യം വെച്ചാൽ അതിന് നല്ല മധുരമുണ്ട്. അതേപോലെ തന്നെ സീസർ, അത് നല്ല മധുരമുള്ള വെറൈറ്റിയാണ്. അപ്പോൾ ഇതൊന്നും നമുക്ക് കൊമേഴ്ഷ്യൽ സ്കെയിലിലേക്ക് വയബിൾ അല്ല. കാര്യം പ്രൊഡക്ഷനിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും N18 വെച്ച് നോക്കുമ്പോൾ ഇത് കുറവായിരിക്കും. പക്ഷേ അതിനെ വെച്ച് നോക്കുമ്പോൾ മധുരം നന്നായിട്ട് ഇതിനുണ്ട്. ജാതി കൃഷി എന്നല്ല, ഏത് കൃഷിയിലാണെങ്കിലും കാലാവസ്ഥ വളരെ വലിയൊരു ഫാക്ടറാണ്. ഈ തവണത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മഴ വളരെ കുറവാണ്. അപ്പോൾ മഴ പെയ്താൽ മാത്രമാണ് നമ്മുടെ അന്തരീക്ഷം
തണുത്ത് നമ്മുടെ ഒരു ടെമ്പറേച്ചർ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ അത് ഈൽഡിലേക്ക് വളരെ സാരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇതേപോലെ കാലാവസ്ഥ പോകുന്നത് ചിലപ്പോൾ നെക്സ്റ്റ് ഒരു വേനൽ എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കരമായിട്ടും നമ്മൾ മുൻകരുതലെടുത്ത് നേരത്തെ തൊട്ട് നന കൊടുത്ത് അതേപോലെ തന്നെ ഈ സിലിക്ക ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്ത് മണ്ണിൻ്റെ ഈർപ്പം മാക്സിമം നിലനിർത്താനുള്ള പ്രോഗ്രാമുകൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് പോകേണ്ടി വരും. പുതിയതായിട്ട് കൃഷിയിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ സ്ഥലത്തിനനുസരിച്ചുള്ള കൃഷികളാണ് നമ്മളെപ്പോഴും തിരഞ്ഞെടുക്കേണ്ടത്. ഇപ്പോൾ ജാതി കൃഷിയിലേക്കാണെങ്കിലും ഹൈ റേഞ്ചിലും ലോ റേഞ്ചിലും വളരുന്ന ഇനങ്ങൾ വേറെ വേറെയുണ്ട്. ഇപ്പോൾ ലോ റേഞ്ചിൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതുപോലെയുള്ള വെറൈറ്റികൾ തിരഞ്ഞെടുക്കുക. പിന്നെ ചില സ്ഥലത്ത് ഭയങ്കരമായിട്ടും വെയിലടിക്കുന്ന സ്ഥലങ്ങളുണ്ടാകും. അപ്പോൾ അതിന് റെസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന വെറൈറ്റികൾ തിരഞ്ഞെടുത്ത് ചെയ്യുക. അപ്പം അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാഭത്തിനേക്കാൾ ഉപരി ഇതൊരു നഷ്ടത്തിലേക്ക് തന്നെ പോകും. എൻ്റെ ഒരു ഡ്രീം ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ജാതിയിലെ ഏറ്റവും വലിയൊരു ജേം പ്ലാസം ചെയ്യുക എന്നുള്ളതാണ്. ഒരു ഏകദേശം നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നത്, അതും നല്ല വെറൈറ്റികളിൽ തന്നെ ജേം പ്ലാസം ചെയ്യുക എന്നുള്ളതാണ്. ഒരു 100 വെറൈറ്റി 150 വെറൈറ്റി ഇപ്പോൾ നമ്മൾ 47 വെറൈറ്റിയിൽ എത്തി നിൽപ്പുണ്ട്. അതിനെ അപ്ഗ്രേഡ് ചെയ്ത് ഏറ്റവും നല്ല വെറൈറ്റി ആയിട്ട് ഇപ്പോൾ ഒരു 100 തോട്ടത്തിൽ പോകുന്ന സമയത്ത് നമ്മുടെ ഒരു തോട്ടത്തിൽ വന്ന് കണ്ടാൽ ഈ വെറൈറ്റികളെ പറ്റി പഠിക്കാൻ അതിൻ്റെ ഡാറ്റകൾ ആക്സസ് ചെയ്യാൻ ഒരു സംവിധാനമാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഡ്രീം. ഇവിടെ പിടിച്ചു നിർത്തുന്നതിൻ്റെ ഒന്നാമത്തെ കാര്യം തന്നെ നമ്മുടെ നാടാണ്. നമുക്ക് ഇവിടെ ആയിരിക്കുന്നത് പോലെ വേറെ ഒരിടത്തും നമുക്കൊരു സ്റ്റെബിലിറ്റി കിട്ടുന്നില്ല. കാര്യം നമുക്ക് എവിടെ പോയാലും തിരിച്ചിങ്ങോട്ട് വരാനും ഇവിടെ നിൽക്കാനുമാണ് നമ്മുടെ മനസ്സിൽ ആഗ്രഹങ്ങളുള്ളത്. കാര്യം അത് ചിലപ്പോൾ നമ്മുടെ നാട്ടുകാരുടെ ഇതായിരിക്കും, അവർ നമ്മളോട് ഇടപഴകുന്നത്, അവർ നമ്മൾക്ക് തരുന്ന സ്നേഹം, അതൊക്കെ കൊണ്ട് നമുക്ക് വേറെ എവിടെയും പോകാൻ തോന്നാറില്ല. ഫീൽ ലൈക്ക് ഹോം എന്ന് പറയുന്ന പോലെ തന്നെയാണ് നമ്മുടെ നാട് നമുക്ക്. എന്നാലും ഇടയ്ക്കൊക്കെ ആൾക്കാർ ചോദിക്കും, ജോലിക്ക് പോയിക്കൂടെ, അതാകുമ്പോൾ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടല്ലോ, ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഫീൽഡാണല്ലോ. പക്ഷേ ചിലപ്പോൾ നമുക്ക് ഈ റിസ്ക് എടുക്കുന്നത് നമുക്കൊരു താല്പര്യമുള്ളത് കൊണ്ടും അതിനകത്ത് നമ്മളൊരു സുഖം കണ്ടെത്തുന്നതുകൊണ്ടും ഇതിൽ തന്നെ തുടരാനാണ് എൻ്റെ ആഗ്രഹം.